السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد أرسلنا نوحا إلى قومه إني لكم نذير مبين ألا تعبدوا إلا الله إني أخاف عليكم عذاب يوم أليم. വിശുദ്ധ ഖുർആനിൽ പ്രവാചകന്റെ പേരിലുള്ള രണ്ടാമത്തെ അധ്യായമാണ് സൂറത്തുൽ ഹൂദ്. അതായത് 11ാമത്തെ അധ്യായം. 7 നബിമാരുടെ ചരിത്രം ഈ സൂറത്തിൽ പറയുന്നുണ്ട്. ഇതിൽ ഒന്നാമതായി പറയുന്ന നബി മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. സൂറത്ത് ഹൂദിലെ 25 മുതൽ 49 വരെയുള്ള ആയത്തുകൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചാണ്. ആ സംഭവം ഇങ്ങനെയാണ് തുടങ്ങുന്നത്. وَلَقَدْ أَرْسَلْنَا نُوحًا إِلَى قَوْمِهِ إِنِّي لَكُمْ نَذِيرٌ مُبِينٌ أَلَّا تَعْبُدُوا إِلَّا اللَّهَ إِنِّي أَخَافُ عَلَيْكُمْ عَذَابَ يَوْمٍ أَلِيمٍ وَلَقَدْ أَرْسَلْنَا نُوحًا തീർച്ചയായും നൂഹിനെ നാം അയച്ചിരിക്കുന്നു ഇലാ ഖൗമിഹി തന്റെ ജനതയിലേക്ക്. അങ്ങനെ ഇന്നി ലക്കും നദീറും മുബീൻ, അദ്ദേഹം തന്റെ ജനതയിലേക്ക് പോയി അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഇന്നി ലക്കും നദീറും മുബീൻ, നിശ്ചയം ഞാൻ നിങ്ങൾക്ക് ഒരു മുന്നറിയിപ്പുകാരനാണ് എന്നാണ് നൂഹ് നബി അലൈഹി സ്വലാം തന്റെ ജനതയിലേക്ക് പോയിട്ട് പറയുന്നത്. ശേഷം അല്ലാ തഅബുദൂ ഇല്ലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അലീം, അല്ലാത്ത പക്ഷം വേദനയേറിയ ശിക്ഷയായിരിക്കും നിങ്ങൾക്ക് വരാനിരിക്കുന്നത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയോട് പറഞ്ഞ കാര്യത്തെ കുറിച്ചാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഇറാഖിലെ അൽ മൗസിൽ എന്ന സ്ഥലത്താണ് നൂഹിന്റെ ജനതയും മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചത് എന്നാണ് ഒരു അഭിപ്രായം. നേരത്തെ ഞാൻ സൂചിപ്പിച്ച മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അതേ പ്രദേശം, പക്ഷെ നൂഹ് നബിയാണ് ആ പ്രദേശത്ത് ആദ്യം വന്നത്. ആദം നബിയുടെ വഫാത്തിന് ശേഷം 126 വർഷങ്ങൾ കഴിഞ്ഞാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനനം എന്നാണ് അൽ ബിദായ വന്നിഹായ പോലുള്ള ഗ്രന്ഥത്തിൽ കാണുന്നത്. ആദം നബിയുടെ 126 വർഷത്തിന് ശേഷമാണ് നൂഹ് നബി അലൈഹി സ്വലാം വന്നത്. ലോകത്ത് അയക്കപ്പെട്ട ആദ്യ റസൂലാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. റസൂൽ വേറെ, നബി വേറെയാണ്. റസൂൽ എന്ന് പറഞ്ഞാൽ ദൗത്യം നൽകപ്പെടുകയും അത് ജനങ്ങൾക്ക് പ്രബോധനം ചെയ്യാൻ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെടുകയും ചെയ്ത വിഭാഗമാണ് റസൂൽ. ആ നിലയിൽ ജനങ്ങളെ പ്രബോധനം ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ആദ്യ പ്രവാചകൻ, ആദ്യ റസൂൽ മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. നൂഹ് നബിയുടെ പിതാവിന്റെ പേര് ലാമക് എന്നാണ്. ബിംബങ്ങളെയും പ്രകൃതി ശക്തികളെയും ആരാധിച്ചിരുന്ന ഒരു സമൂഹത്തിലേക്കായിരുന്നു നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നിയോഗം. അതുകൊണ്ട് തന്നെ നൂഹ് നബിക്ക് ഒറ്റ പണി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, അല്ലാ തഅബുദൂ ഇല്ലല്ലാഹ്, ആരാധ്യൻ അല്ലാഹു മാത്രമാണ് എന്ന് ജനങ്ങളോട് പറയാം. അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക എന്ന് പറയുക എന്നുള്ള ദൗത്യമാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തിരുന്നത്.
നൂഹ് നബിയുടെ ജനത തികഞ്ഞ അക്രമത്തിലും വഴികേടിലും ബഹുദൈവാരാധനയിലുമായിരുന്നു. അങ്ങനെയാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നുബുവത്ത് കൊടുക്കുന്നത്. അദ്ദേഹത്തിന് 35-ാം വയസ്സിലാണ് നുബുവത്ത് എന്നും 50-ാം വയസ്സിലായിരുന്നു എന്നും 80-ാം വയസ്സിലായിരുന്നു എന്നും ഒക്കെ അഭിപ്രായമുണ്ട്. അങ്ങനെ ഈ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ വലിയൊരു പ്രളയം നടന്നു. ആ പ്രളയമാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിലെ ഹൈലൈറ്റ്. ഇതുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അഅറാഫ് 59 മുതൽ 64 വരെയുള്ള വചനങ്ങൾ, സൂറത്തു യൂനുസ് 71 മുതൽ 73 വരെയുള്ള വചനങ്ങൾ, സൂറത്തുൽ അംബിയ 76 മുതൽ 77 വരെയുള്ള വചനം, സൂറത്തുൽ മുഅ്മിനൂൻ 23 മുതൽ 30 വരെയുള്ള വചനങ്ങൾ, സൂറത്തുൽ ശഅറാ 105 മുതൽ 122 വരെയുള്ള വചനങ്ങൾ, സൂറത്തുൽ അൻകബൂത്ത് 14-15 വചനങ്ങളിൽ, സൂറത്തുൽ വസ്സാഫാത്ത് 75 മുതൽ 82 വരെയുള്ള വചനങ്ങൾ, സൂറത്തുൽ ഖമർ 9 മുതൽ 17 വരെയുള്ള വചനങ്ങൾ, സൂറത്തുൽ നൂഹിനെ കുറിച്ച് ഒരു സൂറത്തുണ്ട്, 71-ാമത്തെ അധ്യായം, അതിൽ ഒറ്റ വചനം, ഇന്നാ അർസൽനാ നൂഹൻ ഇലാ ഖൗമി അൻ അൻദിർ ഖൗമക മിൻ ഖബ്ലി അൻ യഅതിയഹും അദാബുൻ അലീം എന്ന വചനങ്ങളാണ് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറയാനും കേൾക്കാനും തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പറഞ്ഞതും കേട്ടതുമായ കാര്യം നാഫിയ ഇൽമിൽ അല്ലാഹു തആല പെടുത്തുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിന്റെ വരികൾ പറയുന്നത് നമുക്ക് സാക്ഷി നിൽക്കുന്ന ഒരു അവസ്ഥയായി, ഒരു അവസരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.